നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരവികസനം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തീരുമാനം. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വിളിച്ചു ചേർത്ത വിവിധ സാമൂഹിക മത സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. നഗര റോഡ് വികസനം അനന്തമായി നീളുന്നതുമൂലം മേഖലയിൽ വ്യാപാരമാന്ദ്യം രൂക്ഷമായ സാഹചര്യത്തിൽ നഗരവാസികളും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതത്തിൽ പ്രതിഷേധിച്ചാണ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മർച്ചന്റ് അസോസിയേഷൻ വിളിച്ചു ചേർത്ത വിവിധ സാമൂഹിക മതസംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച റോഡ് വികസനത്തിന്റെ 1/4 പോലും പൂർത്തിയായിട്ടില്ല. കരാർ കാലാവധി കഴിഞ്ഞതോടെ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടെ റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് രാഷ്ട്രീയ പോരും മുറുകുന്നുണ്ട്. റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴിയും തോടുമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കടുത്ത വ്യാപാരമാന്ദ്യമാണ് നഗരം നേരിടുന്നത്. ഇതിന് പരിഹാരം കാണേണ്ടവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മർച്ചന്റ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കായി ഒരുങ്ങുന്നത്. നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. മൂവാറ്റുപുഴയിലെ നിന്ന് കിടക്കുന്ന നഗര റോഡ് വികസനം, വർഷങ്ങളായി നിലച്ചു കിടക്കുന്ന KSRTCയുടെ നിർമ്മാണം, വർഷങ്ങളായി നിലച്ചു കിടക്കുന്ന മുരിക്കല്ല് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുക്ക്, അത് കേവലം മൂവാറ്റുപുഴക്കാരുടെ മാത്രം പ്രശ്നമല്ല. മൂവാറ്റുപുഴയിലെ എയർപോർട്ടിലോട്ട് കടന്നു പോകുന്ന ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയിലെയും ഒരുവിധ ജനങ്ങൾക്ക് ബാധിക്കുന്ന വലിയ പ്രശ്നമായി ഇന്ന് മൂവാറ്റുപുഴ മാറിയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ഇന്ന് ടൗണിൽ ഇറങ്ങാൻ വീർപ്പുമുട്ടി ജനങ്ങൾക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മൂവാറ്റുപുഴയിലെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട്, മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരെയും കോർത്തിണക്കിക്കൊണ്ട്, മൂവാറ്റുപുഴയിലെ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നഗരവികസന ഒരു ജനകീയ സമിതിക്ക് രൂപം കൊണ്ടിരിക്കുകയാണ്. ഈ ജനകീയ സമിതിയുടെ ഏറ്റവും ആദ്യത്തെ കടമ മൂവാറ്റുപുഴയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് മൂവാറ്റുപുഴ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് മൂവാറ്റുപുഴയുടെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായൊരു പരിഹാരമാർഗം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടൊരു മെമ്മോറാണ്ടം കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യഘട്ടം എന്ന രീതിയിൽ മൂവാറ്റുപുഴയിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യ ചങ്ങലയ്ക്ക് രൂപം കൊടുക്കുകയും പിന്നീട് വലിയ വലിയ സമരമാർഗങ്ങളിലോട്ട് മാറുന്ന രീതിയിൽ മൂവാറ്റുപുഴയിലെ ഈ ജനകീയ വികസന സമിതി മുന്നോട്ട് ആലോചിക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസം കൂടിയ യോഗം വിലയിരുത്തുകയും ഇത് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.